നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൂഡ് ഓയിൽ എന്ന് നമുക്കറിയാം. കാരണം അതിൽ നിന്നാണ് പെട്രോളും ഡീസലും LPG തുടങ്ങിയവയൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. എന്നാൽ ഭൂമിക്കടിയിൽ നിന്നും ഈ ക്രൂഡ് ഓയിൽ പമ്പ് ചെയ്തെടുക്കുമ്പോൾ എന്താണ് ഭൂമിക്കടിയിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കിണറിൽ നിന്നും വെള്ളം വരുന്നത് പോലെയാണ് ഈ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വരുന്നത് എന്നൊക്കെയാണ് പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അതങ്ങനെയൊന്നുമല്ല. സോ ഓയിൽ മൈനിങ് നടക്കുമ്പോൾ ഭൂമിക്കടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഭൂമിക്കടിയിൽ വലിയൊരു ഗുഹയിലോ അല്ലെങ്കിൽ ഭൂഗർഭജലം പോലെയൊക്കെയാണ് ഓയിൽ കിടക്കുന്നത് എന്നാണ്. പക്ഷേ സംഗതി അങ്ങനെയല്ല. എണ്ണപ്പാടങ്ങൾക്കനുസരിച്ച് ഭൂമിക്ക് താഴെ 10,000-കണക്കിന് അടിയോളം ആഴത്തിലുള്ള മണൽ കല്ലുകളിലും ചുണ്ണാമ്പ് കല്ലുകളിലുമൊക്കെയുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിലും വിടവുകളിലുമാണ് എണ്ണ കുടുങ്ങിക്കിടക്കുന്നത്. ഈ പാറകൾ കണ്ടാൽ നല്ല ഉറപ്പുള്ളതായി നമുക്ക് തോന്നും. പക്ഷേ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പാറയുടെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാം. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് എണ്ണയും ഗ്യാസും ഉപ്പുവെള്ളവുമൊക്കെ ഈ പാറയിലെ ചെറിയ ദ്വാരങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. ഇത്തരം പാറകളുടെ പാളികളെയാണ് നമ്മൾ റിസർവോയർ എന്ന് വിളിക്കുന്നത്. ഈ റിസർവോയറിന് മുകളിലായി വെള്ളമോ എണ്ണയോ ഒന്നും കടന്നു പോകാത്ത നല്ല ഉറപ്പുള്ള പാറകളുടെ പാളിയും കാണും. ഇതിനെ ക്യാപ്രോക്ക് എന്ന് പറയും. ഇതൊരു മൂടി പോലെ പ്രവർത്തിച്ച് എണ്ണ മുകളിലേക്ക് ചോർന്നു പോകാതെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ ക്യാപ്രോക്ക് അവിടെ ഇല്ലായിരുന്നെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എണ്ണ മുഴുവൻ മുകളിലേക്ക് ചോർന്നു പോയേനെ. ഭൂമിക്കടിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ പ്രഷറാണ്. ഈ റിസർവോയർ പാറകൾ കിടക്കുന്നത് ഭൂമിയുടെ വളരെ ആഴത്തിലാണ്. അതുകൊണ്ട് അതിന് മുകളിലുള്ള പാറകളുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ ഭാരം അടിയിലുള്ള എണ്ണയിലേക്കും ഗ്യാസിലേക്കും വല്ലാതെ അമർന്നു നിൽക്കും. ചിലപ്പോൾ ഒരു ചെറിയ വിരലിൻ്റെ വലുപ്പമുള്ള സ്ഥലത്ത് 1000-കണക്കിന് കിലോഗ്രാം ഭാരം അമരുന്ന അത്രയും പ്രഷർ അവിടെ ഉണ്ടാകും. നമ്മൾ ഭൂമി തുറന്ന് അങ്ങോട്ട് ഒരു കിണർ ഉണ്ടാക്കുമ്പോൾ ആ കിണറിനുള്ളിൽ പാറകൾക്കിടയിലുള്ളതിനേക്കാൾ പ്രഷർ വളരെ കുറവായിരിക്കും. പ്രകൃതി നിയമപ്രകാരം ദ്രാവകങ്ങൾ എപ്പോഴും പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകുമല്ലോ. അതുകൊണ്ട് പാറകൾക്കിടയിലെ പ്രഷർ കൂടിയ എണ്ണ പ്രഷർ കുറഞ്ഞ കിണറ്റിലെ ആ പുതിയ വഴിയിലേക്ക് തനിയെ ഇരച്ചു കയറി മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഒരു സോഡ കുപ്പി തുറക്കുമ്പോൾ ഉള്ളിലെ പ്രഷർ കാരണം സോഡ പുറത്തേക്ക് തെറിച്ചു വരുന്നതും ഇതുപോലെ തന്നെയാണ്. ഇതിനെയാണ് പ്രൈമറി റിക്കവറി എന്ന് പറയുന്നത്. സൗദി അറേബ്യയിലെ ഗവാർ എണ്ണപ്പാടത്തിൻ്റെ ചില ഭാഗങ്ങൾ പോലെയുള്ള വലിയ സ്ഥലങ്ങളിൽ പതിറ്റാണ്ടുകളായി ഈ സ്വാഭാവിക പ്രഷർ കാരണമാണ് എണ്ണ തനിയെ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഒരു റിസർവോയറിൽ നിന്ന് എണ്ണ പമ്പ് ചെയ്തെടുക്കുമ്പോൾ ഭൂമിക്കടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ പ്രഷർ തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഭൂമിക്കടിയിൽ പ്രഷർ കുറയുകയാണ്. തുടക്കത്തിൽ നല്ല പ്രഷർ ഉള്ളതുകൊണ്ട് എണ്ണ വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വരും. പക്ഷേ ഓയിൽ എടുക്കും തോറും പാറയുടെ ദ്വാരങ്ങളിലെ പ്രഷർ കുറയുകയും ഓയിൽ വരുന്നത് പതുക്കെയാവുകയും ചെയ്യും. ഓയിൽ എടുക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഓയിൽ കമ്പനിയിലെ എഞ്ചിനീയർമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയാണ്. ഈ നാച്ചുറൽ പ്രഷർ മാത്രം വെച്ച് നോക്കിയാൽ ആകെയുള്ള എണ്ണയുടെ 10 മുതൽ 30% വരെ മാത്രമേ നമുക്ക് പുറത്തെടുക്കാൻ പറ്റൂ. ബാക്കി എണ്ണ പുറത്തേക്ക് തള്ളാൻ നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. നാച്ചുറൽ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാലും എണ്ണയെടുപ്പ് തുടരാൻ വേണ്ടി കമ്പനികൾ സെക്കൻഡറി റിക്കവറി എന്നൊരു വഴി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ സാധാരണയായി വേറെ കിണറുകൾ വഴി റിസർവോയറിലേക്ക് വെള്ളമോ ഗ്യാസോ അടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം ഒരു മതിൽ പോലെ പാറയുടെ ദ്വാരങ്ങളിലൂടെ തള്ളി നീങ്ങി ബാക്കിയുള്ള എണ്ണയെ പമ്പിംഗ് വെല്ലിൻ്റെ ഭാഗത്തേക്ക് തള്ളി നീക്കുന്നു. ഇതിനെ വാട്ടർ ഫ്ലഡിംഗ് എന്നും വിളിക്കാറുണ്ട്. ഭൂമിക്കടിയിൽ കൃത്രിമമായ ഒരു പ്രഷർ ഉണ്ടാക്കി നഷ്ടപ്പെട്ടു പോയ നാച്ചുറൽ പ്രഷറിന് പകരം നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ വഴിയിലൂടെ റിസർവോയറിലുള്ള ആകെയുള്ള എണ്ണയുടെ 30 മുതൽ 50% വരെ പുറത്തെടുക്കാൻ പറ്റും. എന്നാൽ പോലും പാറയും എണ്ണയും തമ്മിലുള്ള ഒട്ടിപ്പിടിക്കൽ കൊണ്ടും തരുതരിപ്പ് കൊണ്ടും നല്ലൊരു ഭാഗം എണ്ണ പാറകളിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ടും പുറത്തു വരാത്ത എണ്ണയ്ക്കായി എഞ്ചിനീയർമാർ ടെർഷ്യറി അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഓയിൽ റിക്കവറി രീതികൾ ഉപയോഗിക്കും. ഭൂമിക്കടിയിലേക്ക് ചൂടുള്ള നീരാവി അടിച്ചു കൊടുത്ത് എണ്ണ ചൂടാക്കുന്ന രീതി ഇതിലുണ്ട്. ചൂടാകുമ്പോൾ കട്ടിയുള്ള എണ്ണ കട്ടി കുറഞ്ഞ് എളുപ്പത്തിൽ ഒഴുകാൻ തുടങ്ങും. മറ്റൊരു വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അടിച്ചു കയറ്റുന്നതാണ്. ഇത് എണ്ണയുമായി കലർന്ന് അതിൻ്റെ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം കുറയ്ക്കും. ടെക്സസിലെ പെർമിയർ ബേസിനിൽ ഈ രീതി വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓയിലിനെ വിടുവിക്കാൻ ചില രാസലായനികളും പമ്പ് ചെയ്യാറുണ്ട്. ഈ പരിപാടികൾക്ക് ചെലവും സാങ്കേതിക ബുദ്ധിമുട്ടുകളും കൂടുതലാണ്. എങ്കിലും ചിലയിടങ്ങളിൽ ആകെയുള്ള ഓയിലിൻ്റെ 50 മുതൽ 70% വരെ പുറത്തെടുക്കാൻ ഇത് സഹായിക്കും. പക്ഷേ ഏറ്റവും പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചാൽ പോലും
നല്ലൊരു ഭാഗം ഓയിലും പാറകളിൽ എന്നേക്കുമായി കുടുങ്ങി ബാക്കിയാകാറുണ്ട്. പാറ അമരുന്നതും നിലം താഴുന്നതും റിസർവോയറിൽ നിന്ന് ഓയിലും ഗ്യാസും വെള്ളവുമൊക്കെ മാറ്റുമ്പോൾ നേരത്തെ ഇവയിരുന്ന പാറയിലെ ചെറിയ ദ്വാരങ്ങൾ മുകളിലുള്ള ഭാരം കാരണം അമർന്നു പോകാൻ തുടങ്ങും. ഇതിനെ കമ്പാക്ഷൻ എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ഈ അമർച്ച വളരെ കൂടുതലായിരിക്കും. ഇത് കാരണം റിസർവോയറിന് തൊട്ടുമുകളിലുള്ള ഭൂമി പതുക്കെ താഴേക്ക് അമർന്നു പോകും. കാലിഫോർണിയയിലെ വിൽമിംഗ്ടൺ എണ്ണപ്പാടത്തിൽ ഇത് നടന്നിട്ടുണ്ട്. 1950കളുടെ തുടക്കത്തോടെ വലിയൊരു പ്രദേശത്തെ ഭൂമി ഏകദേശം 9 മീറ്ററോളം, അതായത് ഒരു 3 നില കെട്ടിടത്തിൻ്റെ അത്രയും താഴേക്ക് താണുപോയിരുന്നു. ഈ വലിയ കുഴപ്പം വന്നപ്പോഴാണ് എണ്ണ എടുത്ത ഭാഗങ്ങളിലേക്ക് കമ്പനികൾ വീണ്ടും വെള്ളം അടിച്ചു കയറ്റാൻ തുടങ്ങിയത്. അതോടെ ഭൂമി താഴുന്നത് പതുക്കെയായി ഒടുവിൽ നിലക്കുകയും ചെയ്തു. എണ്ണയെടുക്കുമ്പോൾ ഭൂമിക്കടിയിൽ വലിയ ഗുഹകൾ ഉണ്ടാകുമെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ എണ്ണയിരുന്ന ഈ ചെറിയ ദ്വാരങ്ങൾ വെറുതെ കാറ്റു നിറഞ്ഞ ഇടങ്ങളായി മാറുകയൊന്നുമല്ല. പ്രഷർ കുറയുകയും എണ്ണ പുറത്തു വരികയും ചെയ്യുമ്പോൾ ചുറ്റുമുള്ള വെള്ളം വന്ന് ആ സ്ഥലം കൈയടക്കും. അല്ലെങ്കിൽ പാറത്തരികൾ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി അമരും. കാലക്രമേണ അവിടുത്തെ ഘടന പുതിയ പ്രഷറുമായി പൊരുത്തപ്പെടും. എന്നാൽ ഓയിലെടുക്കുന്നത് ഭൂമിക്കടിയിലെ പ്രഷർ മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ വെള്ളമോ വേസ്റ്റ് വെള്ളമോ അടിച്ചു കൊടുക്കുന്നത് വീണ്ടും പ്രഷറിൽ മാറ്റമുണ്ടാക്കും. ഈ പ്രഷർ ചേഞ്ചസ് അടുത്തുള്ള ഭൂഗർഭ വിള്ളലുകളെ ബാധിച്ചേക്കാം. പാറകൾ തമ്മിൽ തട്ടിയും തെറ്റിയും കിടക്കുന്ന ഭൂമിക്കടിയിലെ വിടവുകളാണ് വിള്ളലുകൾ അഥവാ ഫോൾട്ടുകൾ. ഓയിലെടുക്കുന്നതിനേക്കാൾ ഓയിലിനൊപ്പം കിട്ടുന്ന വേസ്റ്റ് വെള്ളം ഭൂമിയുടെ വളരെ ആഴത്തിലേക്ക് തള്ളുന്നത് കൊണ്ടാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒക്ലഹോമ എന്ന സ്ഥലത്ത് 2009 മുൻപ് വർഷത്തിൽ 1-2 ചെറിയ ഭൂകമ്പങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ വേസ്റ്റ് വെള്ളം ഭൂമിക്കടിയിലേക്ക് അടിച്ചു കയറ്റുന്നത് കൂടിയതോടെ 2015 മാത്രം അത്തരം ഭൂകമ്പങ്ങളുടെ എണ്ണം 900-ലധികമായി മാറിയിരുന്നു. 2016 അവിടെ 5.8 തീവ്രതയുള്ള വലിയൊരു ഭൂകമ്പം വരെയുണ്ടായി. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വെള്ളം അടിച്ചു കയറ്റുന്നത് കുറയ്ക്കണമെന്ന് സർക്കാരും ഉദ്യോഗസ്ഥരും പറഞ്ഞതോടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഭൂകമ്പങ്ങൾ കാര്യമായി കുറഞ്ഞു. ഭൂമിക്കടിയിലെ വെള്ളത്തിൻ്റെ മാറ്റങ്ങളും ഭൂകമ്പങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ഓയിൽ റിസർവോയറുകളിൽ എണ്ണ മാത്രമല്ല ഉണ്ടാകാറുള്ളത്, നാച്ചുറൽ ഗ്യാസും ഉണ്ടാകാറുണ്ട്. ഇവ ഒന്നുകിൽ ഈ ഓയിലിൽ അലിഞ്ഞു ചേർന്ന നിലയിലോ അല്ലെങ്കിൽ എണ്ണയ്ക്ക് മുകളിലായി ഒരു പ്രത്യേക പാളിയായോ ഉണ്ടാകും. ഭൂമിക്കടിയിലുള്ള ഈ എണ്ണശേഖരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ സീസ്മിക് സർവേകൾ വഴി ശബ്ദതരംഗങ്ങൾ കടത്തിവിട്ട് ഭൂമിക്കടിയിലെ 3D മാപ്പുകൾ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ലൊക്കേഷൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ കടലിലൊക്കെയാണെങ്കിൽ കടലിൽ നിർമ്മിക്കുന്ന വലിയ ഓയിൽ റിഗുകളിൽ നിന്ന് ആയിരക്കണക്കിനടി ആഴത്തിൽ കുഴിച്ച് വലിയ മർദ്ദത്തിൽ മുകളിലേക്ക് വരുന്ന ക്രൂഡ് ഓയിൽ പൈപ്പുകൾ വഴി ടാങ്കറുകളിലാക്കി റിഫൈനറികളിലേക്ക് മാറ്റുന്നു. തുടർന്ന് റിഫൈനറികളിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന പ്രക്രിയയിലൂടെ ക്രൂഡ് ഓയിൽ 400 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി വിവിധ തിളനിലകൾക്ക് അനുസരിച്ച് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളായി വേർതിരിക്കുന്നു. ഈ പ്രക്രിയയിൽ ഭാരം കൂടിയ ഘടകങ്ങളിൽ നിന്നും ബിറ്റുമിനും കപ്പൽ ഇന്ധനവും, മധ്യനിരയിൽ നിന്ന് ഡീസലും മണ്ണെണ്ണയും വിമാന ഇന്ധനവും, ഏറ്റവും ഭാരം കുറഞ്ഞ ആവിയിൽ നിന്ന് പെട്രോളും LPGയും ഒക്കെയാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ വേർതിരിച്ചെടുക്കുന്ന ഇന്ധനങ്ങൾ ക്രാക്കിംഗ് വഴി വലിയ തന്മാത്രകളെ ചെറിയ തന്മാത്രകളാക്കി മാറ്റി പെട്രോളിൻ്റെ അളവ് കൂട്ടുകയും അഡിക്റ്റീവുകൾ ചേർത്ത് എൻജിൻ സുരക്ഷയ്ക്കും മൈലേജിനും അനുയോജ്യമായ രീതിയിൽ പെട്രോളൊക്കെ പമ്പുകളിൽ എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യക്ക് ആവശ്യമായ ഇന്ധനത്തിൻ്റെ 85% വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ പെട്രോൾ വിലയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന നികുതികളും ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവും ഇന്ത്യയിൽ ഇന്ധനവില ഉയരാൻ പ്രധാന കാരണമാകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് അമേരിക്കയാണ്. റഷ്യയും സൗദി അറേബ്യയുമാണ് തൊട്ടടുത്തുള്ള സ്ഥാനങ്ങളിലുള്ളത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ അളക്കുന്നത് ബാരൽ കണക്കിലാണ്. കൂടാതെ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ ദിവസേന മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന് ലിറ്ററിന് കുറഞ്ഞ ചെലവ് മാത്രമേ വരുന്നുള്ളൂവെങ്കിലും ശുദ്ധീകരണ ചെലവുകളും ഗതാഗത ചെലവുകളും ലാഭവിഹിതവും ഉയർന്ന നികുതികളും ചേരുമ്പോഴാണ് നമ്മളിലേക്ക് എത്തുമ്പോൾ ഇന്ധനവില ഇത്രത്തോളം വർദ്ധിക്കുന്നത്. ഏതായാലും ഓയിൽ മൈനിങ് നടക്കുമ്പോൾ ഭൂമിക്കടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ചും ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് പെട്രോളും ഡീസലും ഒക്കെയായി മാറുന്നത് എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.